ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. പാരൻസ്, സ്പെഷ്യലി പാരൻസ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ. കുട്ടികളിൽ മാത്രമല്ല, വലിയവരിലും ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വളർച്ചയെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ വളർച്ചയൊക്കെ പ്രത്യേകിച്ച് ബാധിക്കുന്നൊരു കാര്യമാണ് ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് കുട്ടികളിലാണെങ്കിൽ, ഇപ്പോഴത്തെ വളർന്നു വരുന്ന കുട്ടികളിലാണെങ്കിൽ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം അവരുടെ പഠിത്തത്തിനായിക്കോട്ടെ, അവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനായിക്കോട്ടെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് 2 പാർട്ടാണ്. ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളിലെ ഈ മൊബൈൽ അഡിക്ഷൻ വലിയവരിലെയും അഡിക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാവുന്നതാണ്. ഇത് 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ പാർട്ടിൽ ഈ മൊബൈൽ അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ഈ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ എക്സസ് യൂസ് ഓഫ് മൊബൈൽ ഉണ്ടായാൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഫിസിക്കലി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. ഇപ്പോൾ മൊബൈൽ സ്ഥിരമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരുന്നിട്ടായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മളുടെ പോസ്ചറിനെ ബാധിക്കുന്നു. ഇപ്പോൾ ചിലർ മിക്കവാറും നമ്മൾ കാണുന്നത് കുനിഞ്ഞിരുന്ന് കഴുത്ത് താഴത്തേക്കാക്കിയിട്ടാണ് മിക്കവരും മൊബൈൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴുത്തിനുള്ള വേദന, കഴുത്തിൻ്റെ പേശികളുടെ വേദന, മസിൽസിന് വേദന, കഴുത്തിലെ എല്ലുകൾക്ക് വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്കുലോ സ്കെലിറ്റൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു അസുഖത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പല സമയത്തും സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആണ്. ചിലപ്പോൾ കയ്യിലെടുത്ത് വയ്ക്കുമ്പോൾ കയ്യിൽ വേദന, ഫ്രോസൺ ഷോൾഡേഴ്സ് ചിലർക്ക് അങ്ങനെ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡേഴ്സിന് പ്രശ്നങ്ങളുണ്ടായി, കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വിരലുകൾക്ക് ഈ ജോയിൻസിനൊക്കെ വേദന. പറഞ്ഞാൽ ചെറിയ ഭാരമാണെങ്കിൽ കൂടിയാണ് നമ്മൾ കയ്യിൽ സ്ഥിരമായിട്ട് എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഇപ്പോൾ കൈ കൊണ്ടിങ്ങനെ പിടിക്കുവാണെങ്കിൽ കൈയുടെ ജോയിൻസിനൊക്കെ വേദന വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഫിസിക്കലായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ഐ സ്ട്രെയിൻ. ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ എപ്പോഴും ലൂബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന സ്രവം അത് കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കോട്ട് പോലെ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ സൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോഴും ഈ സ്ക്രീനിലേക്ക് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഡ്രൈ ആയി മാറുകയും നമ്മുടെ ഐസൈറ്റിനെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് നമ്മൾ മൊബൈൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹെഡേക്ക്, തലവേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് സ്ക്രീനിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടായിരിക്കില്ല പലപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പറായിട്ട് ഇരിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ചിലർ ഈ കൈ കുത്തിയിരുന്ന് അല്ലെങ്കിൽ തലയിൽ കൈ വെച്ചിട്ട് എന്നിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോസ്ചർ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകൾക്കൊക്കെ വേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് സ്ലീപ്പ് മാനേജ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണാണ് നമ്മുടെ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം. അപ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല മാനസികവും ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മൊബൈൽ സ്ക്രീനിൽ നിന്ന് ഒരു ബ്ലൂയിഷ് ആയിട്ടൊരു ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഈ ഹോർമോൺ എന്ന് പറഞ്ഞാൽ മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ ഈ ഹോർമോണിനെ ഇവൻ ഇൻ്റർഫെയർ ചെയ്യും. അപ്പോൾ നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. ഇപ്പോൾ ഉറക്കക്കുറവ്, ഇൻസോംനിയ പോലുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നതാണ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുന്നതാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ആയിരിക്കും മിക്കവാറും മൊബൈൽസ് യൂസ് ചെയ്യുന്നത്. അനങ്ങാതിരുന്ന് മണിക്കൂറുകളോളം മൊബൈൽ യൂസ് ചെയ്യുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അനങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാതെ വരുമ്പോൾ നമുക്ക് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി പോലുള്ള
അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒബേസിറ്റി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റ് പല ജീവിതചര്യ രോഗങ്ങളിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഹേർട്ടിലേക്ക് പ്രോബ്ലം ഉണ്ടാകുക, കാരണം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഹേർട്ട് ഡിസീസസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സസ് യൂസാണ്. ഇപ്പോൾ നമ്മൾക്ക് മോഡറേറ്റ് ആയിട്ടുള്ള യൂസിന് പ്രശ്നങ്ങൾ വരുന്നില്ല. 1 മണിക്കൂറിൽ 1-2 മണിക്കൂർ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമുള്ള കേസല്ല. ഇപ്പോൾ രാവിലെ മുതൽ 24 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ നമ്മൾ സ്ക്രീൻ ടൈം ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിൽ കൂടുതൽ സ്ക്രീൻ ടൈമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. അത് എക്സസ് യൂസ് തന്നെയാണ്. പിന്നെ കുട്ടികളിൽ കണ്ടിരിക്കുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഡെവലപ്മെൻറ്റ്സ്, മെൻ്റലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് പലപ്പോഴും ഉണ്ടാകുന്നില്ല. കാരണം ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല, ഡിലേഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 5 വയസ്സുള്ള ഒരു കുട്ടി, 5 വയസ്സുള്ള 2 കുട്ടികൾ, അതിൽ ഒരു കുട്ടി എക്സസ് യൂസ് ഓഫ് മൊബൈൽ ആണ് ഒരു കുട്ടിക്ക്, രണ്ടാമത്തെ കുട്ടിക്ക് ഒരു മോഡറേറ്റ് യൂസാണ്. ഈ 2 കുട്ടികളിലെയും മെൻ്റൽ ഡെവലപ്മെൻറ്റ് 2 രീതിയിലായിരിക്കും. ഇപ്പോൾ എക്സസ് മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടിക്കാണെങ്കിൽ അവരുടെ തിങ്കിങ് പ്രോസസ്സ്, കോഗ്നിറ്റീവ് പ്രോസസ്സ്, ഇമോഷണൽ വാല്യൂസ് ഇതൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടി മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ അവർ മൊബൈൽ തന്നെ ശ്രദ്ധിക്കും. ആ വരുന്ന ആളോട് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ആ കുട്ടി കാണിക്കാറില്ല, സാധാരണ കാണിക്കാറില്ല അങ്ങനെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികളിലുള്ള സോഷ്യലായിട്ടുള്ള ഇൻട്രാക്ഷനുള്ള കഴിവുകൾ അവർക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള കഴിവ്, പലപ്പോഴും അവരുടെ ചിന്തകൾ മാറ്റിയിട്ടായിരിക്കും അവർ ഇതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള പല കാര്യങ്ങളിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ അവർ കോഗ്നിറ്റീവ് പ്രോസസ്സ് പലപ്പോഴും ഉണ്ടാകുന്നില്ല. പിന്നെ മറ്റുള്ളവരോടുള്ള എമ്പതി എന്ന് പറഞ്ഞാൽ ഒരു സഹാനുഭൂതി, അതൊക്കെ ഒരു മനുഷ്യന് വേണ്ട ക്വാളിറ്റിയാണ്. അതൊക്കെ ഈ എക്സസ് മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡെവലപ്മെൻറ്റ് ഡിലേഡ് ആവും. എന്ന് പറഞ്ഞാൽ ഇത് ഒരു മോഡറേറ്റ് ആയിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടിക്ക് പെട്ടെന്ന് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, മറ്റേ കുട്ടിക്ക് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രശ്നങ്ങളുണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് മൊബൈൽ കാണുകയാണ്. അപ്പോൾ അവർ സമൂഹത്തോടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സംസാരിക്കാനായിട്ട്, ആശയവിനിമയം ചെയ്യാനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരു 5ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ചലഞ്ചസ്. അപ്പോൾ ഇവർ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസ് യൂസ് ഓഫ് മൊബൈൽ കൊണ്ടുള്ളൊരു ദോഷമാണ്, വലിയൊരു ദോഷമാണ്. കാരണം അവർ ടൈമിലി ഹോംവർക്ക് ചെയ്യില്ല, പഠിക്കുന്ന കാര്യങ്ങൾ, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഒന്നും ഇൻവോൾവ് ആകാനായിട്ട് അവർ ശ്രമിക്കാറില്ല. അപ്പോൾ അവരെല്ലാം മൊബൈലിലേക്കാണ് അവരുടെ ശ്രദ്ധ മൊത്തം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇവരുടെ പഠനത്തിൽ ഇവർ പിന്നിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. അതൊരു വലിയൊരു മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. പിന്നെ റിസ്ക് ഓഫ് അഡിക്ഷൻ, അത് വലിയൊരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും ഇതൊരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മൊബൈൽ ഒരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞാൽ ഇതൊരു കമ്പൽസീവ് ആക്ടിവിറ്റിയായി മാറും, അതൊരു കമ്പൽസീവ് ബിഹേവിയറായി മാറും. ഈ കമ്പൽസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡറാണ്, മെൻ്റൽ ഡിസോർഡറാണ്. അപ്പോൾ ഈ കമ്പൽസീവ് ബിഹേവിയറായിട്ട് മാറാതെ വേണം ഇവരെ, അതിനു മുമ്പ് ഇവരെ രക്ഷിച്ചില്ലെങ്കിൽ ഇവരെപ്പോഴും ഈ മൊബൈൽ ഇല്ലാതെ അവർക്ക് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഒരു മൊബൈലെടുത്ത് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. ആ കമ്പൽസീവ് ബിഹേവിയറായിട്ട് മാറാതെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് റിസ്ക് ഓഫ് അഡിക്ഷൻ. അത് ആ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരുപാട് നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് സ്ക്രീൻ ടൈം ഉണ്ടാവണം, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ആങ്സൈറ്റി കൂടാനായിട്ട് സാധ്യതയുണ്ട്, ഡിപ്രഷൻ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്, ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്, 8ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈബർ ബുള്ളിങ്. ഇപ്പോൾ അറിയാം, സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. കൊച്ചുകുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ ഈ സൈബർ ലോകത്തുനിന്ന് ഒരുപാട് ഇൻട്രാക്ഷൻസും ഇൻവോൾവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പരിചയമില്ലാത്തവരോട് കുട്ടികളോട് സംസാരിക്കുന്നു, ഓൺലൈൻ ഹറാസ്മെൻറ്റ്സ് കുട്ടികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് പാരൻസ് പലപ്പോഴും അറിയുന്നില്ല. അപ്പോൾ ഒരു സ്ട്രേഞ്ചറുടെ ഇൻട്രാക്ഷൻസ് ഇവിടെ പലപ്പോഴും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് സീരിയസ് കോൺസിക്വൻസസിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. മെൻ്റലി ഇമോഷണലിയൊക്കെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതിപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടായിക്കൂടണം എന്നില്ല, പക്ഷേ മിക്കവാറും ഇങ്ങനെയുള്ള ഈ സൈബർ ലോകത്ത് അങ്ങനെയുള്ള അറ്റാക്കുകളും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഓൺലൈൻ പ്രെഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പ്രത്യേകം ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ കയ്യിലൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മെൻ്റലി ഇമോഷണലിലേക്ക് അവർ ഒരുപാട്
ചലഞ്ചസ് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9ാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ പുവർ മാനേജ്മെൻറ്റ് സ്കില്ലായിരിക്കും ഇവർക്ക്. അപ്പോൾ അവർക്ക് മാനേജ്മെൻറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. കാരണം പലപ്പോഴും അവർ മൊബൈലിൽ അഡിക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് ഈവൻ ടൈം മാനേജ്മെൻറ്റിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് അവരുടെ പല കാര്യങ്ങളും അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് സ്കില്ല് അവരുടെ മനസ്സിൽ നിന്ന് പോകും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഈ കുട്ടികളുടെ കഴിവുകൾ, എബിലിറ്റിയെ അവർക്ക് വേണ്ട രീതിയിലുള്ള കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത, എഫക്റ്റീവ്ലി പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറുന്നു. പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടി, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയിലേക്ക് ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ എക്സസ് യൂസ് ഓഫ് മൊബൈൽ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ 10ാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയാനായിട്ട് ഈ ഫാമിലി ഇൻട്രാക്ഷൻ അവർക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഈ മൊബൈലിലേക്ക് പോകുന്നതുകൊണ്ട് ഇവർക്ക് ഈ ഫാമിലി ആയിട്ട് വേണ്ട സമയം അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി അവരുടെ ലൈഫിൽ കുറഞ്ഞു വരും. അത് ഈ ഇൻറ്റിമസി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ പിന്നീടുള്ള ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴുള്ള ഫാമിലി ലൈഫിലൊക്കെ അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്ത്. ഇത് കൂടാതെ ഒരുപാട് പോയിൻറ്റ്സുകളുണ്ട്. നമുക്ക് സമയപരിധിയുള്ളതുകൊണ്ട് അത് പിന്നീടൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഇത് എങ്ങനെ ഇത് മാറ്റിയെടുക്കാം, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ അഡിക്ഷൻ മാറ്റണമെങ്കിൽ കുട്ടി മാത്രം വിചാരിച്ചാൽ പോരെ, കുട്ടിയുടെ പാരൻസ്, കുട്ടി ഒരിക്കലും വിചാരിക്കില്ല, കാരണം കുട്ടിക്ക് അതിനുള്ള ബോധമായിട്ടില്ല. അപ്പോൾ കുട്ടികളുടെ പാരൻസിൻ്റെ വളരെ ഇൻവോൾവ്മെൻറ്റ്സ് ഇതിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പോൾ വളരെ ഡെഡിക്കേഷനോട് കൂടി പാരൻസ് ഇതിനു വേണ്ടി ശ്രമിക്കുക. ഇത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഈ മൊബൈൽ അഡിക്ഷൻ മാറ്റിയെടുക്കാനാണെങ്കിൽ അയാൾ സ്വയം തീരുമാനിക്കണം. ഈ പറഞ്ഞ പോയിൻറ്റ്സുകളൊക്കെ അയാൾ ഡിസ്കസ് ചെയ്യുകയും അവരുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യും, അതിന് ഹെൽപ്പ് എടുക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന് മറ്റുള്ളവരെ ഹെൽപ്പ് എടുക്കുക. ഇപ്പോൾ ഹസ്ബൻഡിന് അഡിക്ഷൻ ആണെങ്കിൽ വൈഫിൻ്റെ ഹെൽപ്പ് എടുക്കാം, അല്ലെങ്കിൽ വൈഫിന് അഡിക്ഷൻ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് എടുക്കാം. അങ്ങനെയൊക്കെ മാത്രമേ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെയാണ്. കുട്ടികളുടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ശരിക്കും പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം സെറ്റ് ക്ലിയർ റൂൾസ് ആൻഡ് ലിമിറ്റ്സ്. ഞാൻ മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് ഒരു റൂളും ലിമിറ്റേഷൻസും കൊണ്ടുവരണം. അത് കുട്ടികൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ആ കുട്ടികൾക്ക് ഒരു പ്രത്യേക ലിമിറ്റേഷൻസും റൂളും നമ്മൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഇപ്പോൾ സ്ഥിരമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 മണിക്കൂർ 6 മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് ഒരു റൂള് ഇമ്മീഡിയറ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. അപ്പോൾ ഗ്രാജുവലി മാത്രമേ നമുക്ക് ആ റൂള് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 മണിക്കൂർ മൊബൈൽ കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ നാളെ മുതൽ, നെക്സ്റ്റ് ഡേ മുതൽ 5 മണിക്കൂർ 45 മിനിറ്റ് അല്ല 5 മണിക്കൂർ 50 മിനിറ്റ് മൊബൈൽ കാണുന്ന രീതിയിലേക്ക് അവനെ കൊണ്ടുവരിക. ഏതാണ്ട് ഒരാഴ്ചയോളം അങ്ങനെ കൊണ്ടുപോകാം. അടുത്ത ആഴ്ച 5 മണിക്കൂർ 40 മിനിറ്റിലേക്ക് ചുരുക്കാം. അവൻ്റെ മൊബൈൽ ടൈം വേണമെങ്കിൽ, സ്ക്രീൻ ടൈം വേണമെങ്കിൽ നമുക്ക് ചുരുക്കാം. അപ്പോൾ ഗ്രാജുവലി വേണം ഇവനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഒരു ക്ലിയർ റൂള് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഒരു ലിമിറ്റ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇത് പാരൻ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇൻഡിവിജ്വലിൻ്റെ കേസാണ് ഇത് സ്വയം കൊണ്ടുവരേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ മറ്റ് മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ സ്പെസിഫിക് ലോട്ട്സ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ മോർണിംഗ് ടൈമിൽ ഇത്ര മണിക്കൂർ മാത്രമേ കാണാവുള്ളൂ, ഇത്ര സമയം മാത്രമേ കാണാവുള്ളൂ എന്നുള്ള രീതിയിൽ ഇവരെ നമുക്ക് ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ട് കൊടുത്ത് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ലോലി ഗ്രാജുവലി ഓരോ ദിവസത്തെയും സമയം കുറച്ച് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യേണ്ട പണി. രണ്ടാമത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്, പ്രത്യേകിച്ച് പാരൻസിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ അവർക്കൊരു എക്സാമ്പിളായി മാറുക. കാരണം നമ്മൾ ഇപ്പോൾ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് ഉപദേശിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് നമ്മളാ കാര്യം
ചെയ്യാതിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ കാര്യം ചെയ്യാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അതിൽ നിന്ന് പുറത്തു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ നമ്മൾ ആ കാര്യം ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊരു എക്സാമ്പിൾ ആകണമെങ്കിൽ നമ്മളുടെ എക്സസ് യൂസ് ഓഫ് മൊബൈൽ നമ്മളാദ്യം കുറച്ചിട്ട് കുട്ടികൾക്കൊരു എക്സാമ്പിൾ. നമ്മൾ കുട്ടികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കാണുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവരുടെ ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവർക്കൊരു മാതൃകയാകാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ്. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ വീട്ടിൽ തന്നെ ഈ ടെക് ഫ്രീ സോൺസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഫ്രീ സോൺസ് എന്ന് വേണേൽ പറയാം. നമ്മുടെ മൊബൈൽസ് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പാടുള്ള സ്ഥലങ്ങൾ ഡിഫൈൻ ചെയ്യുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളുടെ ബെഡ്റൂം അല്ലെങ്കിൽ ഡൈനിങ് റൂമിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ കിച്ചൺ ഏരിയയിൽ മൊബൈൽ യൂസ് ചെയ്യില്ല എന്നുള്ളൊരു റൂള് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഏരിയ നമ്മൾ ടെക് ഫ്രീ ഏരിയ ആയിട്ട് നമ്മളത് പ്രഖ്യാപിക്കുക. എന്ന് പറഞ്ഞാൽ അത് വീട്ടിലെല്ലാവരോടും പറയുക, ഇന്നടുത്ത് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, നമ്മുടെ വീട്ടിലെ നിയമമാണ് എന്ന് പറഞ്ഞ് ആ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് അവരെ റിമൈൻഡ് ചെയ്യുക, ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മൊബൈലിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആകുന്ന രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിൻറ്റ്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, എൻകറേജ് ആൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഇവനെ ഡൈവേർട്ട് ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ കുട്ടികൾ പലപ്പോഴും മൊബൈലിലേക്ക് മാറുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പാരൻസ് തന്നെയാണെന്ന് പറയാം. പക്ഷേ പലപ്പോഴും ഈ പല അമ്മമാരും അവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് മൊബൈൽ എടുത്ത് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ മൊബൈലിലേക്ക് പോയതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ അഡൾട്ട്സ് തന്നെയാണെന്ന് വേണേൽ പറയാം. അപ്പോൾ അവർക്ക് മറ്റ് ആക്ടിവിറ്റീസ്, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ മൊബൈലിൽ നിന്ന് നമുക്ക് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് മാറ്റാവുന്നതാണ്. അത് വേണമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആകാം, ഔട്ട്ഡോർ കളികളാകാം, ഔട്ട്ഡോർ പ്ലേ വേണമെങ്കിൽ പറയാം, ബുക്സിലേക്ക് മാറ്റാം, കാർട്ടൂൺസിലേക്ക് മാറ്റാം. കാർട്ടൂൺസ് ബുക്കല്ല, വായിക്കുന്ന കാർട്ടൂൺസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ കാർട്ടൂൺ ബുക്സിലേക്ക് നമുക്ക് മാറ്റാം, ആർട്സിലേക്ക് മാറ്റാം, എന്നുള്ള കലകളിലേക്ക് മാറ്റാം, ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റാം, പാട്ട് പാടുന്ന കുട്ടികളാണെങ്കിൽ പാട്ടിലേക്ക് മാറ്റാം, മറ്റെന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റാം, പിന്നെ പ്ലെയിൻ ബോർഡിലേക്ക് വേണേൽ മാറ്റാം. ഇനി അതല്ല പെറ്റ്സ് പലരും പല വീട്ടിലും വളർത്തുന്ന പെറ്റ്സിലേക്ക് മാറ്റാം. അപ്പോൾ കുട്ടികൾക്ക് ക്ഷമയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പെറ്റ്സിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ മറ്റേ റോളർ സ്കേറ്റിംഗ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവരെ ഡൈവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും സമയം ഇവരുടെ മൈൻഡ് ഈ നമ്മുടെ മൊബൈൽ യൂസിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അവരതിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ നാലാമത്തെ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻകറേജ് ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പാരൻ്റൽ കൺട്രോൾ. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ പല ആക്ടിവിറ്റീസും ചെയ്യാറുണ്ട്. അത് ഇപ്പോഴത്തെ വരുന്ന മൊബൈൽ സെറ്റുകളിലൊക്കെ തന്നെ ഈ പാരൻ്റൽ കൺട്രോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ആപ്സുകൾ ഉപയോഗിക്കുക, സ്ക്രീൻ ടൈം നമുക്ക് നോക്കാം, എത്ര മണിക്കൂർ ഉപയോഗിച്ചെന്ന് നോക്കാവുന്നതാണ്, അത് സെറ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാവുന്ന ആപ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീൻ ടൈം നമുക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ കുട്ടികളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ്, ആരൊക്കെയായിട്ട് ചാറ്റ് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്സും ഇങ്ങനെയുള്ള ടെക്നോളജിയുടെ അഡ്വാൻറ്റേജസും നമ്മൾ യൂസ് ചെയ്തിട്ട് പാരൻ്റൽ കൺട്രോളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഈ പറഞ്ഞ മൊബൈൽ യൂസ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. മറ്റൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ആറാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹാവ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. കുട്ടിയായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. പലപ്പോഴും നമുക്ക് സാധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം പലപ്പോഴും കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അത് നമുക്ക് കേൾക്കാൻ പല പാരൻസും തയ്യാറാകുന്നില്ല. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ കേട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും, നമ്മൾക്കും പല കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പകുതി പ്രോബ്ലംസ് അവിടെ സോൾവ് ആയിക്കഴിഞ്ഞു. പിന്നെ അവരെ എൻകറേജ് ദം ടു ഷെയർ ദെയർ
കൺസേൺസ്, അവരുടെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ എൻകറേജ് ചെയ്യുക, നമ്മളോട് പറയാനായിട്ട് എൻകറേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാ പറയാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. പലപ്പോഴും അവരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ മൊബൈലിലേക്ക് അവർ മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏഴാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മൊബൈലിൽ തന്നെ എഡ്യൂക്കേഷണൽ കണ്ടൻസ് നമ്മൾ കയറ്റുക. പലപ്പോഴും അത് അപ്പോൾ അവർക്ക് ഈ മറ്റ് പഠിത്തത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന കളികളിലേക്ക് ഒക്കെ പോകാനുള്ള ഒരു ചാൻസ് കുറയും. അപ്പോൾ എഡ്യൂക്കേഷണൽ കണ്ടൻസ് മൊബൈലിൽ നമുക്ക് ആപ്സ് പോലെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ കണ്ടൻസ് നമ്മുടെ മൊബൈലിൽ ആപ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെ വളരാനും പിന്നെ അതനുസരിച്ച് പഠിക്കാനും പഠിച്ചു വളരാനും ഒക്കെയുള്ള പല കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ മൊബൈലിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഒരു എട്ടാമതൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് സ്ക്രീൻ ടൈം റിവാർഡ്സ്. സെറ്റപ്പ് സ്ക്രീൻ ടൈം റിവാർഡ്സ്. ഇപ്പോൾ നമ്മൾ കുട്ടിക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൊബൈൽ കാണാതിരുന്നാൽ, ഇപ്പോൾ 2 മണിക്കൂർ 4 മണിക്കൂർ മൊബൈൽ കാണുന്നൊരു കുട്ടി 3 മണിക്കൂറായി കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് റിവാർഡ്സ് കൊടുക്കുക, പ്രസൻറ്റേഷൻസ് കൊടുക്കുക, ഗിഫ്റ്റുകൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രത്യേക റിവാർഡ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഗുണം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എപ്പോഴും അപ്രീസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മുമ്പ് വെച്ച് കൊണ്ട് പറയണം, ഇപ്പോൾ 4 മണിക്കൂർ കണ്ടുകൊണ്ടിരുന്നവനാണ്, ഇവന് 3 മണിക്കൂർ ഇപ്പോൾ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജുകൾ മറ്റുള്ളവർ മുമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ഇമ്പാക്റ്റാണ് വരുന്നത്. ഒരു പാരൻറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഒരു കുട്ടി മൊബൈൽ കാണുന്ന കുട്ടി ഇവനെ കൊണ്ട് പറ്റില്ല, ഇവൻ എപ്പോഴും 4 മണിക്കൂർ 5 മണിക്കൂർ എൻ്റെ ലൈഫ് നശിപ്പിക്കുമല്ലോ, പഠിക്കുകയില്ല എന്ന് പറയുന്നതിനേക്കാളും ഇമ്പാക്റ്റാണ് ഇവൻ 4 മണിക്കൂർ 3 മണിക്കൂറാക്കി മാറ്റി അവൻ വളരെ സ്മാർട്ട് ബോയ് ആണ് എന്ന് പറയണം. എപ്പോഴും പഠിക്കാത്ത കുട്ടിയാണെന്ന് ഒരിക്കലും കുട്ടികളോട് പറയും. പഠിക്കുന്ന അവന്, എല്ലാ കുട്ടികളും ഒരേ കഴിവുകളുള്ള കുട്ടികളല്ല. അപ്പോൾ പഠിക്കാത്തവനെന്നുള്ളതല്ല പറഞ്ഞത്, അവൻ പഠിക്കുന്നുണ്ട്, പഠിക്കാൻ കഴിവുള്ളവനാണ്, പഠിക്കാൻ ശ്രമിച്ചാൽ പഠിക്കുന്നവനാണെന്നുള്ള പോസിറ്റീവ് മെസ്സേജുകളായിരിക്കും എപ്പോഴും കൊടുക്കേണ്ടത്. അപ്പോൾ ഈ മൊബൈൽ യൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഇവനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും അവൻ്റെ മൊബൈൽ യൂസ് അവൻ നല്ല കുട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു, അവൻ കൊണ്ടിരിക്കും. അവൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവൻ്റെ പഠിത്തത്തിൽ, അവൻ്റെ കളികളിലൊക്കെ അവൻ ഒരുപാട് ശ്രദ്ധിച്ചു തുടങ്ങി, അവൻ അതിലൊക്കെ ഒരുപാട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അപ്രീസിയേഷൻ നമ്മൾ എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു സെറ്റപ്പ് സ്ക്രീൻ ടൈം റിവാർഡ്സ് കൊടുക്കുക, പിന്നെ മൊബൈൽ കാണാതിരിക്കാനുള്ള റിവാർഡ്സ് കൊടുക്കുക. പിന്നെ മറ്റൊരു റിവാർഡും കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സ്ക്രീൻ ടൈം റിവാർഡായിട്ട് തരാം. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറയുകയാണ്, ശരി ഇന്നത്തെ മൊബൈൽ ഇത് തീർത്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് മൊബൈൽ കാണാനുള്ള പെർമിഷൻ തരാം. അപ്പോൾ അങ്ങനെയുള്ള റിവാർഡ്സും കൊടുക്കാം. അത് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾക്ക് ഒരു സുപ്രഭാതത്തിൽ കുട്ടിയുടെ സ്വിച്ചിട്ട പോലെ നമ്മളുടെ അഡിക്ഷൻ എടുത്ത് മാറ്റാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇത് ഗ്രാജുവലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ഹെൽപ്പോടു കൂടി മാത്രമേ നമുക്ക് ഈ കുട്ടികളുടെ അഡിക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മോണിറ്റർ യൂസേജ്. കുട്ടികൾ യൂസ് ചെയ്യുന്ന, നമ്മൾ പല ആപ്സും നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, എങ്കിലും നമ്മൾ അവർ യൂസ് ചെയ്യുന്ന സമയം നമ്മൾ മോണിറ്റർ ചെയ്യുക. എത്ര നേരം യൂസ് ചെയ്യുന്നു, അതിൻ്റെ പീരിയോഡിക്കലി റിവ്യൂസ് നമ്മൾ നോക്കുക. ഇവനെ എന്താണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അതിന് സമയം നമ്മൾ കണ്ടെത്തണം. ഒന്നല്ലേ അച്ഛനോ അമ്മയോ അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, അത് ഇത്ര നേരം നീ കാണുന്നുണ്ട്, അത് അത്രയും നേരം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ ഉപരിയായിട്ട് മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഇത് കണ്ടാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരാക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ്. ചെറിയ കുട്ടികളിൽ പറ്റാത്തൊരു കാര്യമാണ്, പക്ഷേ അത്യാവശ്യം ഗ്രോണപ്പായിട്ടുള്ള കുട്ടികളിൽ നമുക്കിത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞും മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. അതും ചെയ്യണം. പിന്നെ നമ്മൾ കുട്ടികളുടെ അടുത്ത് ഫ്ലെക്സിബിളാകുക, ക്ഷമ ഉണ്ടാകുക. കാരണം ഈ കുട്ടികൾ അവരറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ മറ്റെന്തെങ്കിലും റീസൺ കൊണ്ട് ഇതിലേക്ക് ഡൈവേർട്ടായിപ്പോയ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യാതെ വളരെ ക്ഷമയോടുകൂടി ഈ കാര്യം സോൾവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റുകൾ
ഒന്നുകൂടി മനസ്സിൽ വെച്ച് ഈ കുട്ടികളെ നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഈ ഒരു ബാഡ് ഹാബിറ്റ്, ഈ മോശം ഹാബിറ്റ് നമ്മൾ പതുക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഈ പോയിൻറ്റ്സുകൾ 10 പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഇത് കൂടാതെ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് സമയപരിധി മൂലം അത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ 10 പോയിൻറ്റ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായിട്ടും ഈ മൊബൈൽ യൂസേജിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്, എക്സസ് യൂസിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ.